അപ്പോൾ നമ്മളിന്ന് നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിക്കകത്ത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് എസ് എച്ച് കെ എൽക്കാർ ആൻഡ് കോർപ്പറേറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ചാർട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വരച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മുടെ വ്യൂസ് കുറവാണ്. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ചില വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തതുകൊണ്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം യൂട്യൂബ് റീച്ച് തരാത്തത്. പക്ഷേ നമ്മളത് റീച്ചിന് വേണ്ടിയിട്ടല്ല, കാണുന്നൊരു 30 പേരാണെങ്കിൽ നിങ്ങളത് പഠിക്കണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പം ഈ ഒരുപാട് ഇപ്പം നിങ്ങൾക്ക് ഏത് വലിയ ജോലിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഏണിങ്സ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു മോശം കാര്യമല്ല. പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു മോശം കാര്യമല്ല. ആരെയും പറ്റിച്ചിട്ടൊന്നുമല്ലല്ലോ. അപ്പം ഈ ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത് തന്നെയാണ്. അല്ലാതെ ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻട്രാഡേ കുറ്റം പറയുന്നതല്ല. ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ഒരാൾക്ക്, ഒരു സ്റ്റുഡൻറ്റിനാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ചാർട്ട് നോക്കിയിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം പഠിക്കുന്ന സ്റ്റുഡൻസ് നന്നായിട്ട് പഠിക്കുക തന്നെ വേണം. അപ്പോൾ അവർക്ക് സാലറിയും ചെറിയൊരു ശതമാനം ഇട്ടിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ചാനലിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെയാണ് എല്ലാ കാര്യം പഠിപ്പിക്കുന്നത്. അപ്പം മറ്റൊരു പൈസ നമുക്ക് കളയേണ്ടതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു പെയ്ഡ് ഗ്രൂപ്പിൽ കയറുന്നൊരു പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ട്രേഡ് ചെയ്ത് പഠിക്കാമല്ലോ വെറുതെ. പിന്നെ ഓക്കെ, നിങ്ങളുടെ ഓരോ ഇഷ്ടം. നമ്മളിപ്പം അങ്ങനെ കൊടുക്കുന്നവരെ നമ്മൾ കുറ്റം പറയുന്നതല്ല, ഞാൻ പറയുമായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ബേസിക്സ് ഓഫ് ട്രേഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ചാർട്ട് ബ്രേക്കിംഗ് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടില്ലെന്നുണ്ടെങ്കിൽ ബേസിക്സ് ഓഫ് ട്രേഡിങ് പ്ലേലിസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എല്ലാം മനസ്സിലാകണമെന്നില്ല. അതിനകത്ത് നമ്മൾ സൈക്കോളജി ഉൾപ്പെടെ പല കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനിയും നമ്മൾ ആഡ് ചെയ്യും. ചാർട്ട് ബ്രേക്കിംഗ് നിങ്ങൾ ഓരോരോ വീഡിയോസ് സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കണം ഇടയ്ക്കിടയ്ക്ക്. കാരണം നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാൻ കാണും. അപ്പം നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കാം. വളരെ സിമ്പിളാണ്. ഇവിടെ 2015 റേഞ്ചിലാണ് ഈ ഒരു ഏരിയയിൽ നമുക്കറിയാം. 2015 സമയത്താണ് നമുക്ക് ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഷെയർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ക്രോസ് ഷെയർ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം. കാരണം ഞാനിത് കാണാതെ പറഞ്ഞ കാര്യം വേറെ ഒന്നുമല്ല. ഞാനൊരു 10 തവണയ്ക്ക് മണ്ടക്കായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഓരോ കോൾസും ഓരോ കാര്യങ്ങളും വന്ന്, അല്ലെങ്കിൽ ഓരോ മെസ്സേജസും വന്നിട്ടാണെങ്കിൽ വീണ്ടും കട്ടാകുന്നു. അതെനിക്കൊരു വിഷമമായിട്ടല്ല പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കത് എത്ര വേണം എനിക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തരേണ്ട കാര്യം നിങ്ങൾ വരച്ച് പഠിക്കുക. അപ്പം നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പോഴും ഒരു ഡൗൺ ട്രെൻഡ് ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് ഒരു ലോവർ ഹൈയും കൂടെ ഈ ഒരു ഏരിയയും കൂടെ, ഈ കാണുന്ന ഒരു ഏരിയയും കൂടെ ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു ക്രോസ് ഹെയർ നോക്കി, അല്ല ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലൈനാണെന്ന് വിചാരിക്കുക. റെസിസ്റ്റൻസ് ഏരിയ ഇപ്പോൾ ഒരു 10ലാണ് നമ്മൾ റെസിസ്റ്റൻസ് വരയ്ക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 7-8 ആകുമ്പോൾ തന്നെ ചിലപ്പോൾ റെസിസ്റ്റൻസ് ചിലപ്പോൾ അടിച്ചേക്കാം. അത് ആ ഒരു ഏരിയ എന്ന് നിങ്ങൾ കൂട്ടാം. നമ്മളിതിന് റെസിസ്റ്റൻസ് ലൈൻ നമ്മൾ പറയുന്നതേ ഉള്ളൂ. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കാണുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് ഇവിടെ റീടെസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നു. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറാനാണ് ചാൻസ് ഒന്നും. ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നല്ലൊരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ അതൊരു സപ്പോർട്ടായിട്ട് മാറും. അതായത് റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് മാറും, സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. ഇത് ഇങ്ങനെ തലതിരിഞ്ഞ് വരും. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു തൊട്ടടുത്ത കാര്യം നോക്കുമ്പോഴത്തേക്കാണ് നമുക്ക് അടുത്തൊരു എൻട്രി ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് പോകാം. ഒരു ഡെയിലി നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇങ്ങനത്തെ ഒരു ചാർട്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങളോടെ വരച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ നമുക്ക് വേറൊരു കളർ കൊടുക്കാം തിരിച്ചറിയാനായിട്ട് എളുപ്പത്തിന്. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുന്നു. ഒരു സപ്പോർട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. സിമ്പിളല്ലേ? അതെ, വളരെ സിമ്പിളാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ്, ബേസിക്സ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നു. അല്ലാതെ ഒരു ഫാൻസി ഐറ്റംസോ അല്ലെങ്കിൽ ഇന്ന മെത്തേഡോ ഇന്ന തിയറിയോ ഒന്നും ഉപയോഗിക്കുന്നത്. ബേസിക് പ്രൈസ് ആക്ഷൻ മാത്രം, അല്ലാതെ ഇൻഡിക്കേറ്റർ പോലും നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സപ്പോർട്ട് പ്രോപ്പറായിട്ട് എടുത്തേക്കുന്നത് കാണാം. കണ്ടോ, ഇവിടെ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് 1, 2, 3, 4, 5, 6, 7 ഒരു 7 വട്ടത്തിനെടുത്തത്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇതിനൊരു റെസിസ്റ്റൻസ് നമ്മൾ വേണ്ടി ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് നമ്മളിങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. ഏകദേശം ഒന്ന് അങ്ങോട്ടൊന്ന് വെക്കുന്നു. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ പ്രോപ്പറായിട്ട് വരയ്ക്കുക. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് വേറൊരു കാര്യം പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ വേറൊരു റെസിസ്റ്റൻസിലൂടെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ പല വീഡിയോയിലും കാണിക്കുന്നതാണ്. എന്നാലും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിന്നും നമുക്കൊരു റെസിസ്റ്റൻസ് നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട് എൻ്റെ ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് നമുക്കൊരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് കിട്ടാനും പിന്നെ പതുക്കെ നമുക്കൊരു മുകളിലോട്ടൊരു മൂവ്മെൻറ്റ് വരാനുമാണ് ചാൻസ്. ഓക്കെ,
അത് ഏകദേശം എത്ര ഉണ്ടെന്ന് നമുക്കൊരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞൊരു ടൂൾ വെച്ച് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ട്രേഡിംഗ് വ്യൂ എടുക്കുക, വരച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല നല്ല ഐഡിയകൾ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്കൊരു നല്ലൊരു പെർസെൻറ്റേജ് അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കുക. കാരണം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. അത്യാവശ്യം നല്ല പോയിൻറ്റ്സ് ഒരു 30% അടുത്തുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും. ഒരു ഡെയിലി ടൈം ഫ്രെയിമാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ഒരുപാട് ഒരു 100% അടുത്ത് മൂവ്മെൻറ്റ് കിട്ടുന്ന പല സ്റ്റോക്കുകൾ ഇപ്പോൾ പിറ്റി എഞ്ചിനീയറിംഗ് പോലത്തെ ചാർട്ടൊക്കെ നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിറ്റി എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ കേരള ട്രേഡറിൻ്റെ വീഡിയോ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ ഇപ്പോഴും ഏകദേശം ഒരു ബൈയിങ് സോണിലാണ് നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരിക്കും? ഇതാണ്. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഒറ്റ നല്ലൊരു പോക്ക് മുകളിലോട്ട് പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ താഴെ നിന്നിട്ട് പിന്നെ ആയിരിക്കും ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് തരുന്നത്. അപ്പം പ്രോപ്പർ ഒരു ബ്രേക്ക് ഔട്ട് നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ച് കിട്ടിയാൽ മാത്രം മേടിക്കുക. ഓക്കെ, അല്ല ഞാനിപ്പോൾ പറഞ്ഞത് കൊണ്ട് ഒരിക്കലും ചാടിക്കരുത്. ഇപ്പോൾ ഇതിനകത്ത് അലർട്ടാണ്ടൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു ലൈന് താഴെ പോയാൽ മാത്രം നിങ്ങളൊന്ന് അലർട്ടാകുക. ഈ ഒരു ബ്ലാക്ക് ലൈൻ നമുക്കൊന്ന് കളയാം. കാണാനൊരു അതിന് വേണ്ടി തിരിച്ചറിയാൻ പാടായിരിക്കും എല്ലാം കൂടെ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു ഏരിയ ഒരു ബ്രേക്ക് വന്നാൽ തൊട്ടടുത്ത് റെസിസ്റ്റൻസ് വരെ അല്ലെങ്കിൽ തൊട്ടടുത്ത് വരെ നമുക്കാണെങ്കിൽ ഒരു ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ താഴെ നിന്ന് വാങ്ങിച്ചൊരാരും ഒന്നും പേടിക്കണ്ട. ഇപ്പം വിറ്റ് കളയേണ്ട അതൊന്നുമില്ല. ചെറിയ രീതിയിൽ ഇങ്ങനെ താഴെ നിന്നിട്ടാണ് നമ്മളിത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോസ് പലരും നിങ്ങൾ കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക, ബ്രേക്ക് ഔട്ടിന് മുമ്പ് തന്നെ നമ്മളിടും. നിങ്ങൾ ആകെപ്പാടെ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് പ്രൈസ് ആക്ഷൻ വരയ്ക്കുക. നിങ്ങളുടെ ബ്രോക്കറിനകത്തോ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് വ്യൂവിലോ നിങ്ങളത് ആഡ് ചെയ്തിടുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വീണ്ടും പറയുന്നു, ഈ ഒരു ലൈൻ മാത്രം ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ മാത്രം ഒന്ന് അലർട്ടായാൽ മതി. ബാക്കി ഇതിൻ്റെ ഇത് ഞാനിങ്ങനെ ജസ്റ്റ് വെച്ച് തരാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാൻ പറ്റും. അപ്പം വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏണിങ്സ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ആരും പേടിക്കുകയൊന്നും വേണ്ട. ഇപ്പം നമ്മളിപ്പം ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ എപ്പോഴും കയറുക. നിങ്ങൾക്ക് ലോജിക്കലായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് അതെങ്ങനെ വെക്കേണ്ട എന്നുള്ള കാര്യമെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഒരു സ്വിങ്ങിലോ ഒരു റെസിസ്റ്റൻസിന് താഴെ അല്ലെങ്കിൽ ഒരു ക്യാൻഡിലിൻ്റെ താഴേക്ക് നമുക്ക് വെക്കാം. നമ്മുടെ റിസ്കിനനുസരിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിക്കുന്നത് ശരിയല്ല. അതങ്ങ് വിട്ട് കളയുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം വീഡിയോ കണ്ട് മനസ്സിലാകാത്തവർ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. അല്ലാത്തവർ എനിക്കിപ്പം ടെലിഗ്രാമിനകത്ത് നമ്മുടെ ചാനലിലുള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ ഞാനത് പറഞ്ഞു തരാം. ഏതൊരു വീഡിയോ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റി പ്രൈസ് ആക്ഷനെ പറ്റി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം അതിൻ്റെ പോലും ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കാണെങ്കിൽ ജസ്റ്റ് ഈ ഒറ്റ വീഡിയോ തന്നെ കണ്ടാൽ മതി, ധാരാളമാണ്. കാരണം പിന്നെ പ്ലേലിസ്റ്റുകളെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ കണ്ടു നോക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും വീണിങ്സ് കിട്ടുമെന്ന് ആശംസിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പം എല്ലാവരും ഒന്ന് വരച്ച് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക, നല്ല ട്രേഡർ ആകുക, ഒരിക്കലും സ്കാമിലൊന്നും പോയി പെടാതെ ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.